RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥ യോഗം ചേർന്നതിൽ നടപടി. 19 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുമരകത്തെ റിസോർട്ടിൽ ചേർന്ന യോഗം ഗൌരവത്തോടെ കാണണമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. എന്നാൽ നടപടി സ്ഥലമാറ്റത്തിൽ ഒതുക്കിയെന്ന ആരോപണം ശക്തമാണ്. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം. ആഷിൻ ഡിയേഗോ, എങ്ങനെയാണ് ഇവർക്ക് ഒന്നിച്ചു ചേരാനുള്ള ആ ഒരു യോഗത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത്? ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും സ്ഥലമാറ്റത്തിൽ ഒതുക്കുകയാണോ നടപടി? സുജിയ, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെ എന്തുകൊണ്ട് സ്ഥലം മാറ്റത്തിൽ മാത്രമായി ഈ ഒരു നടപടി ഒതുക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സംസ്ഥാനത്ത് ഏതാണ്ട് 250ഓളം രാഷ്ട്രീയ തടവുകാർ, പ്രത്യേകിച്ച് BJP RSS പ്രവർത്തകരാണ് ഉള്ളത്. അതിൽ ഈ ഇത്തരത്തിലുള്ള ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടി ഒരു ഒന്നിച്ചു കൂടുന്നത് അല്ലെങ്കിൽ ഒരു രഹസ്യയോഗം നടത്തുന്നത് ക്രമസമാധാനത്തിന് തന്നെ ആപത്താണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്റലിജൻസ് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളത്, ശക്തമായ നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. നഗ്നമായ ചട്ടലംഘനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഫെബ്രുവരിയിലാണ് കുമരകത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു രഹസ്യയോഗം ചേർന്നത് എന്നുള്ളതാണ്. ഒരു ദിവസവും ഒരു പകലും, ഒരു രാത്രിയും ഒരു പകലും ഈ ഒരു നീണ്ട യോഗത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജയിൽ വകുപ്പിന്റെ ഒരു വിശദീകരണം വരുന്നത് ഒരു രാഷ്ട്രീയ മാനമില്ലാത്ത ഒരു യോഗം മാത്രമാണ് ചേർന്നതെന്നും തുടർ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് ഇപ്പോൾ മറുപടിയായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.